നമ്മളിൽ മിക്കവാറും പേർ ഏതെങ്കിലും വാഹനം ഓടിക്കുന്നവരാണ്. ഇരുചക്ര വാഹനമോ അല്ലെങ്കിൽ കാർ പോലെയുള്ള വാഹനമോ എന്തെങ്കിലും ഒന്ന് ഓടിക്കുന്നവരാണ്. അപ്പോൾ തിരികെ വീട്ടിലെത്തുമ്പോൾ വണ്ടിയൊക്കെ ആയി പോയി തിരികെ വീട്ടിലെത്തിയ ശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു ഗതാഗത നിയമലംഘനത്തിനുള്ള ഒരു പിഴ വന്നാൽ സ്വാഭാവികമായും നമുക്ക് അബദ്ധം പറ്റി കാണുമെന്നേ കരുതുകയുള്ളൂ. പക്ഷേ ഇനി മുതൽ അങ്ങനെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ഒരു 2-3 തവണയെങ്കിലും വിശദമായി തന്നെ നോക്കണം. കാരണം വലിയൊരു തട്ടിപ്പ് പുതിയൊരു രൂപത്തിൽ വരികയാണ്. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ അടയ്ക്കണമെന്ന വ്യാജ സന്ദേശത്തിലൂടെയാണ് പുതിയ സൈബർ തട്ടിപ്പ്. വാട്സപ്പ് സന്ദേശത്തിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവരുടെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് നിരവധി പേർ ഈ തരത്തിൽ തട്ടിപ്പിനിരയായെന്നും ജാഗ്രത പാലിക്കണമെന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതെനിക്ക് വാട്സപ്പിൽ പരിവാഹൻ്റെ ഇത് വന്നതാ. അപ്പോൾ ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ കിടത്തപ്പോൾ ഇതിൻ്റെ അടിയിലൊരു APK എന്നൊരു ഫയലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ. അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിച്ചു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലായിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ഒരു 26,595 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു. 26,000 രൂപ നഷ്ടപ്പെട്ട തൃശൂർ സ്വദേശിയുടെ അനുഭവമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ 100ഓളം പേർ ഇതിനകം തട്ടിപ്പിനിരയായി. വാഹൻ പരിവാഹൻ എന്ന ആപ്പിൽ നിന്നുള്ള സന്ദേശമായാണ് വ്യാജ സന്ദേശം എത്തുക. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ എന്തെന്ന് നോക്കാൻ ആപ്പ് തുറന്നാൽ പണി പാളും. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട്. അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനത്തിൻ്റെ പെറ്റി SMS വഴി മാത്രമേ വരാറുള്ളൂ. വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. തുക തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുകയല്ല രീതി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലും വൈദ്യുതി കുടിവെള്ള വിതരണത്തിനുള്ള ബിൽ ഇനത്തിൽ അവിടങ്ങളിലെ സർക്കാർ അക്കൗണ്ടുകളിലേക്കാണ് പണം പോയിട്ടുള്ളത്. ഏജൻസികൾ മുഖേനയാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും ബില്ലുകൾ അടയ്ക്കാറുള്ളതെന്ന് പോലീസ് പറയുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് തുക കൈപ്പറ്റിയ ശേഷം ഏജൻസികൾ തട്ടിക്കുന്ന തുക ഉപയോഗിച്ച് ബില്ലുകൾ അടയ്ക്കുന്നതാണ് രീതി. ഗതാഗത നിയമലംഘനത്തിന് പരിവാഹൻ വാട്സാപ്പ് സന്ദേശം അയക്കില്ലെന്നും SMS ആയി മാത്രമേ ഇത് അയക്കാറുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശ്രദ്ധിക്കുക, ഇത് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെയൊക്കെ ഫോണിലേക്ക് വരാവുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശം തുറന്നു നോക്കിയാൽ അതിലൊരു ലിങ്ക് കാണും. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ പറ്റിപ്പോയതല്ലേ, പൈസ അടയ്ക്കാമെന്ന് കരുതിയാൽ ആ പൈസയല്ല അടയ്ക്കുക, മറിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും പോകും എന്നതാണ് ഈ തട്ടിപ്പിന്റെ പ്രത്യേകത. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഓരോ ദിവസവും ഓരോ പുതിയ തട്ടിപ്പാണ്. എത്രയൊക്കെ ആളുകളെ ബോധവാന്മാരാക്കാൻ ശ്രമിച്ചാലും നമുക്കറിയാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ വാർത്തയായിട്ടും വളരെ വിദ്യാസമ്പന്നരും ഉയർന്ന ജോലികൾ ചെയ്യുന്നവരുമൊക്കെ ആയ ആളുകളാണ് ഇപ്പോഴും അതിന്റെ തട്ടിപ്പിനിരയാവുന്നത്. അപ്പോഴാണ് അതിനേക്കാൾ ഏറ്റവും സാധാരണ തട്ടിൽ എല്ലാ മനുഷ്യന്മാരെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ ഞാനായാലും അരുണായാലും ആദ്യം നോക്കുക, ആ ലിങ്കിൽ കയറി പൈസ അങ്ങ് അടച്ചേക്കാമെന്നേ ഒരുപക്ഷെ കരുതുകയുള്ളൂ. പക്ഷേ എന്ത് വലിയ ആപത്താണ് നമ്മളെ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ലിങ്ക് വരുമ്പോൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. തട്ടിപ്പുകൾ പുതിയ വഴികളാണ്, പുതിയ മാർഗങ്ങളാണ് തട്ടിപ്പുകാർ തേടുന്നത്. കാരണം ഒരുവിധമുള്ള തട്ടിപ്പൊക്കെ ജനങ്ങൾ ബോധവാന്മാരാണ്. തട്ടിപ്പിനിരയാവുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി സർക്കാരും സൈബർ പോലീസും അല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കൃത്യമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു തടയിടുമ്പോൾ പുതിയ വഴികൾ തേടുകയാണ് തട്ടിപ്പുകാർ. ഏറ്റവും പുതിയ വഴിയായി അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ എന്ന പേര് തട്ടിപ്പാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പരിവാഹൻ്റെയും ഒക്കെ സന്ദേശം എന്ന രീതിയിലാണ് വാട്സാപ്പിലൂടെ ഇത് വരുന്നത്. സ്വാഭാവികമായി നമ്മുടെ നമ്പർ അനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായ നമ്പർ രേഖപ്പെടുത്തി തന്നെയാണ് നിങ്ങളുടെ ഈ വാഹനത്തിൽ ഈ പിഴ സംഭവിച്ചിരിക്കുന്നു, അമിത വേഗമോ അല്ലെങ്കിൽ സിഗ്നൽ ക്രോസ് ചെയ്യുകയോ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുകയോ ഹെൽമെറ്റ് വയ്ക്കാതിരിക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിഴയാണ്. അത് അടയ്ക്കാൻ സ്വാഭാവികമായും ശ്രീ സൂചിപ്പിച്ച പോലെ ഞാനായാലും ശ്രീജയായാലും ആരും വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുതന്നെയാണ് ഇവർ ആ പഴുത് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നതും.
മെസ്സേജ് ഓപ്പൺ ചെയ്താൽ പിഴ അടയ്ക്കണമെങ്കിൽ ഈ ലിങ്കിലേക്ക് പോകണം എന്ന ഒരു ആപ്പിൻ്റെ ഒരു APK ഫോർമാറ്റാകും വരിക. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായും കുടുങ്ങുന്നത്. ഒരുപക്ഷെ അത് പൂർണ്ണമായും ഇൻസ്റ്റാളായി വരാം, ചിലപ്പോൾ അത് ഹാങ് ആയി നിൽക്കുകയും ചെയ്യാം. ഹാങ് ആയി നിന്നാൽ പോലും അതോടുകൂടി ഈ സൈബർ ഹാക്കർമാർ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക്, നമ്മുടെ ഫോണിലേക്ക് ആ സമയത്തിനുള്ളിൽ കയറിയിരിക്കും. ഇത് വളരെ കൃത്യമായി ഈ കയറുമ്പോൾ വളരെ കൃത്യമായി ഇതിൽ നമ്മുടെ തുക, നമ്മുടെ മുഴുവൻ ഫോൺ രേഖകളും നമ്മൾ ഒരു ഫോൺ എങ്ങനെയാണോ പരിശോധിക്കുന്നത് അതുപോലെ അവർക്ക് വിവരങ്ങൾ എനി ഡെസ്ക് പോലുള്ള, നമ്മൾ കമ്പ്യൂട്ടറിലും മറ്റും ചെയ്യുന്ന എനി ഡെസ്ക് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് സമാനമായ രീതിയിലാണ് തട്ടിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ അവരുടെ കയ്യിൽ ഇരുന്നാൽ എങ്ങനെ ആ രീതിയിൽ അവർക്ക് ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇവർ ചെയ്യുന്നത് രാത്രി സമയങ്ങളിൽ, പക്ഷേ നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിലാകാം, ഫോൺ ആക്റ്റീവ് അല്ലാത്ത സമയങ്ങളിലാകാം ഇവർ ഈ തട്ടിപ്പ് നടത്തും. അതുകൊണ്ട് തന്നെ മെസ്സേജ് മറ്റും നമ്മൾ അറിയുകയുമില്ല. നമ്മുടെ ഫോൺ അവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ആ സമയത്ത് നമ്മുടെ GPay, ഫോൺപേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കുകളുടെയൊക്കെ ആപ്പ്, സ്വാഭാവികമായും നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കുകളുടെ ആപ്പും ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പും ഒക്കെ നമ്മുടെ ഫോണുകളിൽ ഉണ്ടാകാം. അതെല്ലാം പൂർണ്ണമായും ആ തുക അവർ അതിനിടയിൽ കൈക്കലാക്കിയിരിക്കും. ഒരു വ്യത്യാസമുള്ളത്, സാധാരണഗതി തട്ടിപ്പുകാർ അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം ഈ രീതിയിൽ തട്ടിച്ച് കൈമാറുന്നതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല, മറിച്ച് സർക്കാരുകളുടെ അക്കൗണ്ടുകളിലേക്ക്, അത് നോർത്ത് ഈസ്റ്റ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്, അതുപോലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുമുണ്ട്. അവിടുത്തെ കറണ്ട് ബില്ല്, കുടിവെള്ള ബില്ല്, മറ്റ് സർക്കാർ സേവനങ്ങൾ ഇതിലേക്കാണ് അടയ്ക്കുന്നത്. അവിടെ പല ഏജൻസികളാണ് ഇത്തരം ആളുകൾക്ക് ഈ ബില്ലുകൾ ഏജൻസികളിലൂടെ അടയ്ക്കുന്നത്. സ്വാഭാവികമായി അവരിൽ നിന്ന് ഏജൻസികൾ ഈ പണം വാങ്ങിയ ശേഷം ഈ തട്ടിക്കുന്ന പൈസ അതിലേക്ക് അടയ്ക്കുന്നു. അപ്പം സ്വാഭാവികമായും അത് പോകുന്നത് സർക്കാർ അക്കൗണ്ടിലേക്കാണ്. അങ്ങനെ കൂടി രക്ഷയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവർ ചെയ്യുന്നത്. ഏതായാലും വലിയൊരു തട്ടിപ്പാണ്. ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്ന ഈ തട്ടിപ്പ് പതിയെ ആളുകൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് അത് വലിയ കണക്കായി മാറുന്നു. ഇപ്പോൾ തട്ടിപ്പിനിരയായവരുടെ എണ്ണം കൂടുന്നു, തുക കൂടുന്നു. ചെറിയ തുക മുതൽ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ സ്വാഭാവിക ചെറിയ തുക മാത്രമേ അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ വലിയ തുകകൾ വരെ ഈ തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നുമുണ്ട്. ശരി, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുന്നു. പരിവാഹന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം വരില്ല. പരിവാഹൻ, അതായത് നിങ്ങൾക്ക് ഗതാഗത നിയമ ലംഘനത്തിന് ഒരൊറ്റ രീതിയിലേ നിങ്ങൾക്ക് ആ സന്ദേശം കിട്ടുകയുള്ളൂ. അത് SMS വഴിയാണ്, അത് വാട്സപ്പിലല്ല വരുന്നത്. വാട്സപ്പിൽ ഒരു ലിങ്കോടെ അത്തരമൊരു സന്ദേശം വരികയാണെങ്കിൽ തുറക്കണ്ട, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കൂ. കാരണം അത് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള ഒരു ലിങ്കാണ് വന്നിരിക്കുന്നത്. ഇനി